ഗ്രേസ് വോയിസ് സ്റ്റുഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി റെജിൻ രാജു അച്ഛനാണ്. അച്ഛൻ സെയിന്റ് പോൾസ് മാർത്തോമ ചർച്ച് ഡാലസ് ഇടവകയുടെ വികാരിയാണ്. അല്ല, എനിക്കും ജീവിതത്തിൽ പലരെക്കുറിച്ചും അവരുടെ ജീവിതം ഇവിടെ കടന്നുപോയ പലരെക്കുറിച്ചും ഡോക്യുമെന്റ് ചെയ്യണമെന്ന് പലപ്പോഴും ആഗ്രഹം തോന്നിയിട്ടുണ്ട്. പക്ഷെ അവര് ഇപ്പൊ ഓർക്കുമ്പോ അത് വലിയൊരു നഷ്ടമായിട്ട് തോന്നുന്നു. അവരുടെ ജീവിതമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ എത്ര. അത് സത്യമാണ്. ഞാനും ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഇപ്പൊ നമ്മുടെ വല്യപ്പച്ചൻ അല്ലെങ്കിൽ അവരുടെ പിതാവ്, അവരുടെ ഒന്നൊരു ഫോട്ടോ പോലും നമ്മുടെ ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം എങ്ങനെയാണ് ഒരു ശുശ്രൂഷകൻ ജീവിക്കുന്നത്, എങ്ങനെയാണ് ഒരു ശുശ്രൂഷകൻ രൂപപ്പെടുന്നത്, അത് അറിയുന്നത് ആളുകൾക്ക് വലിയ പ്രചോദനമാകും, പ്രത്യേകിച്ച് വിശ്വാസ ജീവിതം നയിക്കുന്നതായിട്ടുള്ള ആളുകൾ. രണ്ടാമതൊന്ന്, നമ്മുടെ ചെറുപ്പക്കാർ, ഇനിയും ഈ ശുശ്രൂഷയിലേക്ക് വരേണ്ടതായിട്ടുള്ള ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് മുമ്പേ കടന്നു പോയിട്ടുള്ള ഒരാള്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പേ ഈ പാതയിൽ സഞ്ചരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് അറിയുന്നത് അവർക്ക് തീർച്ചയായിട്ടും പ്രചോദനമാകും. അപ്പോൾ ആ രീതിയിൽ ഇത് വളരെ ഒരു അനുഗ്രഹമാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഒരു 4 ഇടങ്ങളാണ് എന്നെ ഈ ഒരു വിധത്തിൽ രൂപപ്പെടുത്തിയതെന്ന് ഞാൻ പറയും. അതിൽ ഒന്നാമത്തെ സ്ഥാനം ഞാൻ കൊടുക്കുന്നത് എൻ്റെ മാതൃ ഇടവകയ്ക്കാണ്. അത് മല്ലപ്പള്ളിക്കടുത്തുള്ള പരക്കത്താനം സെന്റ് തോമസ് മാർത്തോമ ഇടവക. അല്ല, അവിടുത്തെ എൻ്റെ സൺഡേ സ്കൂളിൽ ഇച്ചിരി തലവേദനയായിരുന്നു ഞാൻ എൻ്റെ കൊച്ചു പ്രായത്തിൽ. അപ്പോൾ അവര് തീരുമാനിച്ചൊരു കാര്യമുണ്ട്, അവൻ കുഞ്ഞല്ലേ, നമുക്ക് അവനെ നോക്കാം. ഒരിക്കൽ ഒരു തെറ്റ് ഞങ്ങളുടെ യുവജനങ്ങളുടെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് ഉണ്ടായി. അപ്പൊ ഞങ്ങളുടെ പള്ളിയിൽ ഒരു മുതിർന്ന ആള് ഞാൻ സത്യം പറയും എന്ന് വിചാരിച്ച് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അങ്ങനെ നടന്നു. ഞാനൊരു വൈദികനായ ശേഷം ആദ്യം അങ്ങനെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് ആ സ്കൂളിലെ ഇതുപോലൊരു കുട്ടികളുടെ മീറ്റിംഗിൽ പ്രസംഗിച്ചുകൊണ്ടാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകർ എന്നെ അവിടേക്ക് വിളിച്ച് ആദ്യമായി ഞാൻ ഒരു വൈദികനായി ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. നമ്മുടെ സഭ, മാർത്തോമ സഭയുടെ ഈ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് മാർത്തോമ സഭയുടെ അന്നത്തെ സെലക്ഷൻ ഇപ്പോ ഓരോ കാലഘട്ടത്തിലും പ്രോസസ്സിന് അല്പമായ വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ സമയത്ത് താരകയിൽ ഇങ്ങനെ പരസ്യം വരും, സഭാ ശുശ്രൂഷയ്ക്കായി പോകാനായി താല്പര്യമുള്ളവർ നിന്ന് അപേക്ഷ ക്ഷണിക്കും. നമ്മുടെ വികാരി അച്ഛനാണ് നമുക്ക് വേണ്ടിയുള്ള അപേക്ഷ വാങ്ങേണ്ടത്. വികാരി അച്ഛന്റെ ശുപാർശ അനുസരിച്ചാണ് നമുക്ക് അപേക്ഷ ലഭിക്കുന്നത്. 2008 ഒക്ടോബർ നവംബർ ആ സമയത്തായിരുന്നു ഞങ്ങളുടെ സെലക്ഷൻ ഇന്റർവ്യൂ. അതൊക്കെ പാസ്സായി ദൈവകൃപയാലെ UTCയിലേക്ക് പ്രവേശനം ലഭിച്ചു.